എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് പഠിക്കാനുള്ള ഹിന്ദി ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവിതയാണ് ഇസ് ബാരിഷ് മേ എന്ന് പറയുന്നത്. ഇസ് ബാരിഷ് മേ എന്ന് പറഞ്ഞാൽ ഈ മഴയത്ത് എന്നാണ്. നരേഷ് സക്സേന ജി എഴുതിയ ഒരു കവിതയാണ്. നിങ്ങൾ നോക്കൂ, കവിതയിൽ പിക്ചറിൽ നിങ്ങൾ കാണുന്നു ഒരു കർഷകൻ നിരാശനായി തന്റെ കലപ്പയൊക്കെ സൈഡിൽ വെച്ചിട്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്ന അദ്ദേഹത്തിന്റെ ചിന്തകളെ കവിതകളാക്കി മാറ്റിയിരിക്കുകയാണ് നരേഷ് സക്സേന ജി. ആ കവിത നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. നോക്കൂ, ജിസ്കെ പാസ് ചലി ഗയി മേരി ജമീൻ, ആരുടെ അടുത്താണോ പോയതെന്റെ നിലം, ഉസികെ പാസ് അബ് മേരി, അവരുടെ അടുത്തേക്ക് എന്റെ ബാരിഷ് ബി ചലി ഗയി, മഴയും കടന്നുപോയി. എന്റെ ഭൂമിയെല്ലാം ആര് തട്ടിയെടുത്ത് കൊണ്ടുപോയോ, കാലാവസ്ഥയും മഴയും തന്നെ അവരെ കൊണ്ടുപോയി. അബ് ജോ ഗിർത്തി ഹേ ഖാലി കഠായേം, ഇപ്പോൾ വലയം ചെയ്യുന്ന കരിമുകിലുകൾ, ഉസികെ ലിയെ ഗിർത്തി ഹേ, അവർക്കായാണ് വലയം ചെയ്യപ്പെടുന്നത്. കൂഗ്തി ഹേ കോയലെ ഉസികെ ലിയെ, കൂകുന്നു കുയിലുകൾ അവർക്ക് വേണ്ടി, ഉസീകെ ലിയെ ഉടുത്തി ഹേ, അവർക്ക് വേണ്ടി ഉയരുന്നു. ധർത്തി കെ സീനെ സേ സൗദി സുഗന്ധ്, ഭൂമിയുടെ മാറിൽ നിന്നും മണ്ണിന്റെ പുതുമണം. എല്ലാം കർഷകനിൽ നിന്ന് നഷ്ടമായി, എന്റെ ഭൂമി തട്ടിയെടുത്തവരിലേക്ക് പോയിരിക്കുന്നു പറയുന്നു. അബ് നഹി മേരെ ലിയെ, ഇപ്പോഴില്ല എനിക്കായി, ഹൽ നഹി ബൈൽ നഹി, കലപ്പയില്ല കാളയില്ല, ഖേത്തോ കി ഘൈൽ നഹി, പാടവരമ്പുകളില്ല, ഏക് ഹരി ബൂന്ത് നഹി, ഒരു ഹരിത കണം പോലുമില്ല, തോത്ത നഹി, തത്തകളില്ല, താൾ നഹി, താളങ്ങളില്ല, നദി നഹി, നദികളില്ല, ആർദ്ര നക്ഷത്ര നഹി, ആതിര നക്ഷത്രങ്ങളുമില്ല, കസരി മല്ലാർ നഹി മേരെ ലിയെ, വർഷകാല രാഗങ്ങളില്ല എനിക്കായി. ജിസ്കി നഹി കോയി ജമീൻ, ആർക്കാണോ ഇല്ലാത്തത് യാതൊരു ഭൂമിയും, ഉസ്കാ നഹി കോയി ആസ്മാൻ, അവർക്കില്ല യാതൊരു അവകാശവും, ഒരു ആകാശവും. അഗലി ഫസൽ ഹോത്തെ ഹി സബ് ചുക്താ കർ ദൂങ്ക, അടുത്ത വിളവിനെല്ലാം വീട്ടിത്തരാം. അബ് തോ മേരി ചൂട്ടി, ഇപ്പോൾ എന്റെ പൊള്ളയായ ഈ ഗുഞ്ചായിഷ് ബി ചലി ഗയി, ഈ യാചനയും പോയി കഴിഞ്ഞിരിക്കുന്നു. ഉസി കെ പാസ് അബ് മേരി ബാരിഷ് ബി ചലി ഗയി, അവരുടെ അടുത്തേക്ക് ഇപ്പോൾ എന്റെ മഴയും പോയിരിക്കുന്നു എന്നാണ്. കവിയുടെ വിലാപമാണ്. തന്റെ ഭൂമികൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. വികസനത്തിന്റെ പേരിൽ, റോഡിന്റെ പേരിൽ, മൈതാനങ്ങളുടെ പേരിൽ ഒക്കെ കുന്നിടിച്ച് വയൽ നികത്തി പ്രകൃതി ആകെ താളം തെറ്റിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് വർഷകാല രാഗങ്ങളില്ല, പച്ചപ്പനന്തത്ത പാറിക്കളിക്കുന്ന കുട്ടനാടൻ കുഞ്ചകൾ കാണുന്നില്ല. കോടവിടെ മക്കളെ, കാടവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലിയുടെ കുളിരവിടെ മക്കളെ എന്ന് പണ്ടൊരു കവി പാടിയതുപോലെ ഈ കവിയും ഇങ്ങനെ വിലപിക്കുകയാണ്. ഇതാണ് മക്കളെ ഈ കവിത. ഈ കവിതയുടെ ഒരു ചെറു വിവരണമാണ് തന്നിരിക്കുന്നത്. ഈ കവിതയിൽ ഏറ്റവും പ്രധാനമായി നാം പഠിക്കേണ്ടത് എന്ത്? ചോദ്യം ഇതാണ്, ആസ്വാദൻ ടിപ്പണി തയ്യാർ കരി. ബാരിഷ് ഇസ് ബാരിഷ് മേ നാമ കവിത കാ ആസ്വാദൻ ടിപ്പണി തയ്യാർ കീജിയെ എന്ന് പറഞ്ഞ ചോദ്യം വരും. 4 മാർക്കിന്റെ ചോദ്യം വന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നോക്ക്, ശ്രീ നരേഷ് സക്സേന ജീനെ, ശ്രീ നരേഷ് സക്സേന ജി ലിഖേ ഹുയെ എഴുതിയിട്ടുള്ള ഏക് സുന്ദർ കവിത ഹേ, ഒരു ബ്യൂട്ടിഫുൾ കവിതയാണ് ഇസ് ബാരിഷ് മേം. ഇസ് ബാരിഷ് മേം എന്നുള്ളത് ഇസ് കവിത മേം കിസാൻ കി ജമീൻ, ഈ കവിതയിൽ കർഷകന്റെ ഭൂമി ചീൻ ജാനെ കി കഥ ഹേ, നഷ്ടമായി പോകുന്ന കഥയാണ് പഠിക്കാനുള്ളത്. യേ ഏക് കിസാൻ കെ ബാരിഷ് കെ മൗസം കാ ശോക ഗീത് ഹേ, ഇതൊക്കെ കിസാൻ കെ, ഇതൊരു കർഷകന്റെയും, ബാരിഷ് കെ മഴയുടെയും, മൗസം കാ കാലാവസ്ഥയുടെയും, ശോക ഗീത് ഹേ സങ്കടം നിറഞ്ഞ കവിതയാണ്. അപ്പനെ ജമീൻ നഷ്ട ജാനെ പർ, സ്വന്തം ഭൂമി നഷ്ടമാകുമ്പോൾ, കിസാൻ ഖേത്തി നഹി കർ സക്തെ, കർഷകന് ഖേത്തി നഹി കർത്തെ, കൃഷി ചെയ്യാൻ സാധ്യമാകുന്നില്ല. യഹാം കിസാനോ കി, ഇവിടെ കർഷകന്മാരുടെ സിസ്കിയാം ഹം ദേഖ് സക്തേ, അവരുടെ സങ്കടങ്ങളെയും തേങ്ങലുകളെയും നമുക്ക് കാണാൻ പറ്റും. അബ് കിസാൻ കേലിയെ, ഇപ്പോൾ കർഷകന് വേണ്ടി, ഹൽ ഓർ ബൈൽ നഹി, കർഷകന് പാടമില്ലെങ്കിൽ, കൃഷിഭൂമി ഇല്ലെങ്കിൽ കാളയും കലപ്പയും എന്തിനാ അതുമില്ല. ഖേത്തോ കെ ബീച്ച് കാ രാസ്ത നഹി, പാടവരമ്പിന് നടുക്കൂടുള്ള വരമ്പുകൾ കാണാൻ, പാടത്തിന് നടുവിലൂടെയുള്ള പാടവരമ്പുകൾ കാണാനില്ല. കഹീം ബി ഹരിയാലി കാ നാം, കരീബി ഹരിയാലി, എവിടെയും പച്ചപ്പ്, നാം കേലിയെ ബി നഹി, ഒരു പേരിന് പോലുമില്ല. കിസാൻ അവിടെ കോൺക്രീറ്റ് കാടുകളായി മാറി, കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ മാറി, ഒക്കെ മൈതാനങ്ങളായി മാറി, ഒക്കെ റോഡുകളായി മാറി, വ്യവസായശാലകളായി മാറി. കർഷകനെ സംബന്ധിച്ചോളം കൃഷി ഇറക്കാൻ തന്റെ പരമ്പരാഗത കൃഷിഭൂമികളെല്ലാം നഷ്ടമായിരിക്കുന്നു. കിസാൻ കെ ജീവൻ കാ താൾ, കർഷകന്റെ ജീവിതത്തിന്റെ താളവും, പ്രതീക്ഷ കാ നക്ഷത്ര, പ്രതീക്ഷയുടെ നക്ഷത്രങ്ങളും, സബ് നഷ്ട ഹോ ചുക്കിയെ, എല്ലാം നഷ്ടമായിരിക്കുന്നു. ഫസൽ ഹോനെ പർ, അടുത്ത വിളവ് ലഭിക്കുമ്പോൾ, ഖർച്ച് ചുക്കാനേക്ക്, കടം വീട്ടിത്തരാമെന്നുള്ള കിസാൻ കി പ്രതീക്ഷ ബി നഹി രഹി, കർഷകന്റെ പ്രതീക്ഷയും അടുത്ത വിളവിന് കടം വീട്ടാം എന്നുള്ള ഒരു പ്രതീക്ഷ കർഷകന് തുടക്കം മുതൽ അവസാനം വരെ, ലൈഫിന്റെ അവസാനം വരെ ഉണ്ടായിരുന്നു. അത് എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ജമീൻ നഷ്ട ഹോനെ പർ, ഭൂമി നഷ്ടമാകുമ്പോൾ,
കിസാൻ ഭയാനക ശോഷൺ കാ ശിക്കാർ ബൻ ജാത്തെ, ഭീകരമായ കർഷകന്റെ ഏറ്റവും ഭീകരമായ നാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നു. അത് കാർഷിക വൃത്തി ഇല്ലാതാവുന്നു, കർഷകന്റെ ജീവിതം ഇല്ലാതാവുന്നു, കൃഷിഭൂമി ഇല്ലാതാവുമ്പോൾ കവിയെ കവിതാ ദ്വാര യഹി ഖാന ചാത്തെ, ഇതാണ് കവി ഈ കവിതയിലൂടെ പറയാൻ പ്രധാനമായും ആഗ്രഹിച്ചത്. ഓക്കെ മക്കളെ, ഇത് 4 മാർക്കിന്റെ ചോദ്യമാണ്. ഈ കവിതയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ് പ്രകൃതി സംരക്ഷൺ കി സന്ദേശ് ദേത്തെ ഹുയെ एक പോസ്റ്റർ തയ്യാർ കീജിയെ. പ്രകൃതി സംരക്ഷണത്തിന് സന്ദേശം നൽകുന്ന ഒരു പോസ്റ്റർ തയ്യാറാക്കും. 4 മാർക്കിന്റെ മറ്റൊരു ചോദ്യമാണ് മക്കളെ. അങ്ങനെ ചോദിച്ചാൽ മനോഹരമായി മക്കളെ ഇങ്ങനെ എഴുതണം. പ്രകൃതി അമാരി മാം ഹേ, പ്രകൃതി നമ്മുടെ മാതാവാണ്, ആ മാതാവിനെ കുത്തി നോവിക്കരുത്. ഓക്കെ. പശു പക്ഷി അമാരെ സഹജീവി ഹേ, പക്ഷി മൃഗാദികളെല്ലാം പ്രകൃതിയിൽ നമ്മളെ പോലുള്ള നമ്മുടെ സഹജീവികളാണ്. പേട് പൗതേ, വൃക്ഷലതാദികൾ പ്രകൃതിക്ക് ഫേഫഡാഹേ, പ്രകൃതിയുടെ ശ്വാസകോശങ്ങളാണ്. എല്ലാ വൃക്ഷങ്ങളും വെട്ടിമുറിച്ച് പുല്ലും ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ലഭ്യമാവാതിരിക്കും. അപ്പോൾ ശ്വാസകോശത്തെ പോലെ കാണണം വൃക്ഷലതാദികളെ. നദിയാം രക്തധമനിയഹേ, നദികളെ രക്തധമനികളായി കാണണം. ജൽ ജീവാമൃത് ഹേ, ജലം ജീവന്റെ അമൃതാണ്. പ്രകൃതിക്ക് രക്ഷ ഹമാരി സുരക്ഷ, പ്രകൃതിയെ രക്ഷിച്ചാൽ നമ്മൾ സുരക്ഷിതരായി. സ്കൂൾ നാച്ചുറൽ ക്ലബ്ബ്, ഒരു സ്കൂൾ നാച്ചുറൽ ക്ലബ്ബാണ് ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് മക്കളെ ഈ കവിതയിൽ പഠിക്കാനുള്ള 8 മാർക്കിന്റെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായി വീണ്ടും വരാം. നിങ്ങൾ ഈ ക്ലാസിന്റെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ.